ഉറങ്ങിയിട്ടേയില്ല, രാത്രി ഉറങ്ങിയിട്ടേയില്ല. ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ നിങ്ങൾ രാത്രി ഉറങ്ങാത്തത്? നിങ്ങൾക്കൊന്ന് രാത്രി ഉറങ്ങിക്കൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്നെ തേടി ഈ നാട്ടിലെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ അവർക്ക് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാനും ഉറങ്ങിയാൽ അത് ആരാണ് ചെയ്തു കൊടുക്കുക? ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക നഭോമണ്ഡലങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന നേതാക്കൾ പഠിക്കണം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടി കിടന്നുറങ്ങിയാൽ എന്റെ പ്രജകളിൽ ആർക്കെങ്കിലും വല്ല ആവശ്യവും ഉണ്ടായാൽ ആരാണ് അവർക്ക് ആ ആവശ്യം ചെയ്തു കൊടുക്കുക? ആരാണ് അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുക? അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ നടന്നിട്ട് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാം. ശരി അമീറുൽ മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾക്ക് പകലിൽ അല്പം കിടന്നുറങ്ങിക്കൂടെ? രാത്രി ഏതായാലും ഉറക്കില്ല, പകലിൽ ഉറങ്ങിക്കൂടെ? ഒന്ന് പകലിലൊന്ന് വിശ്രമിച്ചൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ തേടി പല ആവശ്യങ്ങൾക്കായി പല ആളുകൾ എന്നെ തേടി എന്റെ ഭരണപ്രദേശത്തേക്ക് കടന്നു വരുമ്പോ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് ഞാൻ പറയേണ്ടത്? നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മതി, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആയാൽ മതി, എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ പോയാൽ നാളെ വാ, നോക്കിയിട്ട് വരില്ല, നാളെ വാ. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഒരു കോട്ടേഴ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അടുത്ത ഹജ്ജ് പെരുന്നാളിന് പണി പൂർത്തിയാക്കണമെന്ന രീതിയിലാണ് ഏൽപ്പിച്ചത്. 5 മാസമായി പെർമിഷൻ കിട്ടിയത്. ഇന്നലെ 5 മാസമായ ഒരു ബിൽഡിങ്ങിന്റെ പെർമിഷന് വേണ്ടിയിട്ട് പിന്നാലെ ഓടാണ്. പെർമിഷൻ കിട്ടിയത് ഇന്നലെ, 2 ദിവസം മുമ്പ് പെർമിഷൻ കിട്ടിയത്. ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തകർ ഒരു ജോലി ഏറ്റെടുത്താൽ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കാതെ മരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നരകം ഉറപ്പു തന്നെയാണ്. അത് ആരാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും ശരി, പള്ളിയുടെ ഉസ്താദുമാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഭംഗിയായി നിർവഹിക്കാതെ നാളെ വാ, മറ്റന്നാൾ വാ, അവിടെ തോപ്പ് വേണം, ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ആളുകളെ വേദനിപ്പിക്കുന്ന ഓരോ നേതാക്കന്മാരും ഓരോ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം, ആളുകളെ വെറുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ 2 വർഷം കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. രാത്രി ഉറങ്ങാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുകയാണ് മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ. മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത്. അപ്പോഴേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താ? പെണ്ണിനോട് ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജാവ്, ഒരു അമീർ എന്റെ ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ രഹസ്യമായി രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വൃദ്ധയായ മാതാവിനറിയില്ല ഇത് അമീറുൽ മുഅ്മിനീനാണെന്ന്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഈ വൃദ്ധയായ മാതാവിനറിയില്ല. ആ ഉമ്മയോട് ഉമർ തങ്ങൾ ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ പെണ്ണ് പറഞ്ഞു, ഉമറോ ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, ഉമറിനെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്. എനിക്ക് ഉമറിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല, ഉമറിനെ കുറിച്ച് എനിക്ക് നല്ലത് പറയാനില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പേടിച്ചു പോയത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഉമർ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അധികാരം കയ്യിൽ കിട്ടിയതിന്
ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇന്നേ വരെ ഒരു ദീനാറോ ഒരു ദിർഹമോ നൽകിയിട്ടേ ഇല്ല. ഞാൻ പാവപ്പെട്ട ഒരു വൃദ്ധയായ മാതാവാണ്. എന്റെ ചെലവിന് ആവശ്യമായ ദീനാറോ ദിർഹമോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നൽകിയിട്ടേ ഇല്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ല ഉമ്മ, മദീനയുടെ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രയാസം എങ്ങനെയാണ് മദീനയുടെ പള്ളിയിൽ മദീനയുടെ അടുത്ത് ഭരണപ്രദേശത്ത് താമസിക്കുന്ന ഉമറിനറിയുന്നത്? തളങ്കരയിൽ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യമായൊരു വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ ഉപ്പമായൊരു വിഷയമല്ലല്ലോ. മദീനയുടെ ഏതോ ഒരു മുക്കുമൂലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യമുണ്ട് എന്ന് ഉമറിനെങ്ങനെ അറിയാം? അപ്പോഴാണ് ആ മഹദി, ആ വൃദ്ധയായ പെണ്ണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഉമറാണ് നീ വൃദ്ധയായ മാതാവിനറിയില്ല? സുബ്ഹാനല്ലാഹ് വല്ലാഹി മാ വനന്തു അന്ന അഹദൻ, ഏതെങ്കിലും ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്, ഒരു നാടിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട്, ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്നത് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഒരു ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ജമാഅത്തിന്റെ മുഴുവൻ നീക്കുപോക്കുകളും മറിയൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ നാട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ നിനക്കറിയില്ല എന്നോ, ആ പെണ്ണിന്റെ അവസ്ഥ അമീറുൽ മുഅ്മിനീനിന് അറിയില്ല എന്നോ? എന്ത് അമീറാണത്? എന്ത് ഭരണാധികാരിയാണത്? ഉമർ കരയാൻ തുടങ്ങി. അല്ലാഹുവേ, മദീനയിലുള്ള വൃദ്ധരായ മാതാക്കൾ വരെ, മദീനയുടെ വൃദ്ധരായ ഉമ്മമാർ വരെ ഈ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ. അല്ലാഹുവേ, ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. മദീനയുടെ വൃദ്ധരായ വയസ്സായ ഉമ്മമാർക്ക് വരെ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ, ഉമറിനെക്കാളും അറിവുണ്ടല്ലോ റബ്ബേ. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ യാ അമതല്ലാഹ്, ഉമ്മ നിങ്ങൾക്ക് എത്രയാണ് ചെലവിന് ആവശ്യമുള്ളത്? എത്രയാണ് നിങ്ങൾക്ക് ചെലവിന് ആവശ്യമുള്ളത്? ഉമ്മ പറഞ്ഞു, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ദിർഹമുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ നൽകാതെ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമർ നാളെ അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരൂലേ? നാളെ രക്ഷപ്പെടാൻ ഉമറിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഉമറിന്റെ പകരം നിങ്ങളുടെ ആവശ്യമുള്ള തുക ഞാൻ തന്നേക്കാം. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമ്മ പറഞ്ഞു, ലാ തഹ്സഅ ബിനാ, പൊന്നുമോനെ എന്നെ പരിഹസിക്കണ്ട, എന്നെ കളിയാക്കണ്ട. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, പരിഹസിക്കുകയല്ല, നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമർ ഭരണത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നേ വരെ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്തൊക്കെ ആവശ്യമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അപ്പോഴാണ് ആ ഉമ്മ ഉമർ തങ്ങളോട് പറയുന്നത്, ഉമറാണെന്ന് ആ ഉമ്മയ്ക്കറിയില്ലല്ലോ, 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. എത്ര ദീനാർ? 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പോക്കറ്റിൽ നിന്ന് 25 ദീനാർ എടുത്തിട്ട് ആ ഉമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. 25 ദീനാർ കയ്യിൽ പിടിച്ചിട്ട് വൃദ്ധയായ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമർ തങ്ങളെ കണ്ടപാടെ രണ്ടുപേരും പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ അസ്സലാമു അലൈക്കും. ഇത് കേൾക്കുമ്പോ പെണ്ണ് ഞെട്ടിപ്പോയി, പെണ്ണാകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് അമീറുൽ മുഅ്മിനീൻ ആയിരുന്നു.
യാ അല്ലാഹ്, ഉമർ തങ്ങളോടാണോ? ഫവലഅത്തിൽ അജൂസു യദഹാ അലാ റഅസിഹാ, തലയിൽ കൈവച്ചുകൊണ്ട് പെണ്ണ് പറയാൻ തുടങ്ങി, വാ സൗഅതാ വാ സൗഅതാ അശതംതു അമീറൽ മുഅ്മിനീൻ, ഞാൻ അമീറുൽ മുഅ്മിനീനെ പരിഹസിച്ചുവല്ലോ, അമീറുൽ മുഅ്മിനീനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ഭരണാധികാരിയെ, ഒരു രാജാവിനെ ഞാൻ പരിഹസിച്ചല്ലോ. വാ സൗഅതാ, എന്റെ നഷ്ടമേ, എന്റെ നഷ്ടമേ, എന്റെ അപകടമേ എന്ന് പറയുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയുന്നത്, ലാ ബഅസ അലൈകി റഹിമകില്ലാ, ഉമ്മ ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രശ്നമല്ല, നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങൾ കരയേണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ലേ അല്ല. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി തങ്ങളോടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള വല്ല വസ്തുക്കളുമുണ്ടോ? മരത്തിന്റെ കഷ്ണങ്ങളോ ഓലകളോ കല്ലുകളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കേൾക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അലങ്കാരമാണ്, പക്ഷേ അത് പേടിയാണ്. സൂക്ഷ്മതയോടെ, ഭയഭക്തിയോടെ, ഇഖ്ലാസോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അധികാരം കാരണം നാളെ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ നമ്മൾക്ക് വരും. അധികാരത്തിന് വേണ്ടി വടംവലിയാണ് എല്ലാ പള്ളികളിലും, എല്ലാ സ്ഥലങ്ങളിലും. അധികാരത്തിന് വേണ്ടി പല ആളുകളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ വല്ല ന്യൂനത വന്നുപോയാൽ, ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നുപോയാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായത്തിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറിയെടുത്തിട്ട്, ഒരു കഷ്ണം കീറിയെടുത്തിട്ട് ആ ഉമ്മയുടെ മുമ്പില് അലി തങ്ങളെ സാക്ഷിയാക്കി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുകയാണ്, ഹാദാ മശ്തറാ ഉമറു, ഇത് ഉമർ ഇന്നാലിന്ന പെണ്ണിൽ നിന്ന് വാങ്ങിക്കുന്ന കരാറാണ്. ഉമർ തങ്ങൾ ഭരണം ഏറ്റെടുത്തത് മുതൽ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പെണ്ണിന് എന്തൊക്കെയാണോ അവകാശമുള്ളത് അത് മുഴുവനും ചെയ്തു കൊടുത്തു എന്നതിന്റെ സാക്ഷിപത്രമാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് അതേ കടലാസ് കഷ്ണത്തിൽ, അതേ തുണിക്കഷ്ണത്തിൽ മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ഇനി ഈ പെണ്ണ് നാളെ മഹ്ശറാ ലോകത്ത് വന്നിട്ട് ഉമരനിക്ക് സഹായം ചെയ്തിട്ടില്ല, ഉമരനിക്ക് എന്നെ സഹായിച്ചിട്ടില്ല, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഈ പെണ്ണങ്ങാനും നാളെ മഹ്ശറാ ലോകത്ത് പറഞ്ഞാൽ, ഫഉമറു മിൻഹു ബരീഉൻ, ഫഉമറു മിൻഹു ബരീഉൻ, ഉമർ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷിപത്രം ഞാൻ എഴുതുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു